വെൽക്കം ടു കോമഡി മാസ്റ്റർ. ഒരു തെരഞ്ഞെടുപ്പ് പഠിക്കുന്ന സമയത്ത് വിലയുള്ള നോട്ട്. ഈ നോട്ട് ചുടു മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയുടെ ചീട്ട്. മരിച്ചിട്ടില്ല, കുട്ടികൾ മരിച്ചിട്ടില്ല. ഹലോ, എന്താണ് നിങ്ങൾ എവിടെ എന്ത് പറ്റി ചേച്ചി? നമ്മുടെ നാടിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യാൻ പോണത്? നൽകിയ 10,000 നൽകിയ ആവേശോജ്ജലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് തെക്കേക്കരയുടെ മണ്ണിൽ വടക്കേക്കരയ്ക്ക് സ്ഥാനമില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചു. തെക്കേക്കരയുടെ സ്ഥാനാർത്ഥി ഞാനും എന്റെ സ്വന്തം സഹോദരിയും കൂടി വോട്ട് നേടി ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശങ്ങൾ ആണാടിന് രേഖപ്പെടുത്തി. ആണാട് മുമ്പുള്ളതാണ് ആണാട്. ഇത് ആട്ടിന്റെ താഴെ താടി കണ്ടില്ല. ആണാട്, ആണാടിന്റെ ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി തെക്കേക്കര വിജയിപ്പിക്കണം. നമ്മുടെ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിന് വേണ്ടി എന്ത് ചെയ്യും? കേരളത്തിന് വേണ്ടി അഖിലേട്ടൻ ജയിച്ച കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ദുബായിലേക്ക് പറക്കും. അങ്ങനെ നാട്ടിലെ സ്ത്രീകൾക്ക് സമത്വം, സ്വാതന്ത്ര്യം, സ്നേഹം എല്ലാം കിട്ടും. നിങ്ങൾ രണ്ടുപേർക്കും ഒരു പണി തരും. നിങ്ങൾ രണ്ടുപേരുടെ ആയെങ്കിലും റെയിൽവേ ക്രോസിൽ പോയി നിൽക്കുക. തൽക്കാലം ഈ കൊടി കൊണ്ട് ഞങ്ങൾ പ്രിയമുള്ളവരെ, ഞങ്ങൾ കോഴി ചിഹ്നത്തിൽ, നല്ല പൂവൻ കോഴി ചിഹ്നത്തിൽ, കേരളത്തിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചിക്കൻ, ആ ചിക്കന്റെ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ചേച്ചി, ഒരു ചിക്കൻ ഫ്രൈക്ക് 120 രൂപയുള്ളൂ. മട്ടന്റെ വില എത്രയാണ്? മട്ടന്റെ വില അറിയാലോ. അതാണ് അത്രയും കൂടി നിൽക്കുന്ന ടീമാണ് ഞങ്ങള്. നിങ്ങൾ ഞങ്ങളെ കൂടെ നല്ല ആട്ടുംകാല് സൂപ്പ്. ഇല്ലില്ല, താഴേക്ക് വരണം. താഴേക്കിടയിലുള്ളവർക്ക് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും താഴേക്കിടയിൽ ആടിന് മട്ടന് വില കൂടുതലാണ്. ആണാടിന്റെ ചങ്കല ചോര അത് കുടിച്ചിട്ടുണ്ടാ? പരിഹം ആടുതോമ വരെ കുടിക്കുന്ന പൂവക്കോഴിയുടെ പൂവെടുത്ത് തോരൻ ചെയ്തിട്ടുണ്ടാ? ചേച്ചി പേടിക്കേണ്ട, 2 ആട് ചേച്ചിക്ക് വീട്ടിലേക്ക് ഞങ്ങൾ തരും. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ 2 ആടും ഒരു കക്കൂസും ഒരു കിണറും. 4 കക്കൂസ് വേണം. 4 കക്കൂസ്. അതെങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും? പിന്നെ അത്ര ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടിലെ. നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ. 4 എണ്ണം വിത്ത് AC ഉള്ള ബാത്റൂമോ? പിന്നെ വേണ്ട, കൊടുക്കണ്ട. എന്റെ ചേച്ചി തണുപ്പത്തിരിക്കട്ടെ. 8 കക്കൂസ്. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. പറയൂ, നിങ്ങൾ എന്തൊക്കെ വാഗ്ദാനം ചെയ്തു? കക്കൂസും ചേച്ചിക്ക് കുളിക്കാൻ വേണ്ടി ഒരു കുളവും വെട്ടിത്തരും. ആ കുളത്തിന് കുളിക്കുന്ന നേരത്തെ ഞങ്ങൾ കാവല് നിൽക്കും. ചേച്ചിക്ക് ഞങ്ങൾ തന്നെ ആടിനെ കറക്കി പാല് കുടിക്കാം. ഈ ആണാടിന്റെ എവിടുന്ന് പാല്? ഞങ്ങളുടെ ആണാട് കല്യാണം കഴിക്കും. അപ്പൊ ഒരു പെണ്ണാട് വരുമല്ലോ. ആ പെണ്ണാട് പിന്നെ അതായത് നോട്ട് ദ പോയിന്റ്. അതുകൊണ്ട് ഞങ്ങൾ ആണാട് കല്യാണം കഴിക്കുന്ന ആ മണിക്കുട്ടി ഇത്തിരി പാല്. സുഹൃത്തുക്കളെ, നാട്ടുകാരൊക്കെ പ്രക്ഷോഭരായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് വിഷയം? ആണാടിന്റെ പാല് കിട്ടാത്തതാണ്. ആണാടിന്റെ പാലോ പൂവൻകോഴിയുടെ പൂവോ അല്ല. ഒരു മിനിറ്റ്. തെക്കേക്കര സ്ഥാനാർത്ഥി മുന്നോട്ടേക്ക് വരൂ. അറിയൂ, നിങ്ങൾ ജയിച്ചാൽ. പ്രിയപ്പെട്ട സമ്മതിദായകരെ, ക്യാമറ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, എന്നാലും സാരമില്ല. കാര്യം കവറേജ് താല്പര്യപ്പെടുന്ന സ്ഥാനാർത്ഥിയല്ല ഞങ്ങള്. ജനങ്ങളുടെ ഉന്നമനം, ജനങ്ങൾ നന്നാവുക. ഞാൻ ആയിട്ട് ചെയ്യുന്നത് ചേച്ചിയുടെ പെൻഷൻ. സത്യമായിട്ട് ചേച്ചി ജനുവരിയിൽ ചേച്ചിയുടെ പെൻഷൻ ഞാൻ റെഡിയാക്കി തരും. സത്യമായിട്ട് ഒരു കാര്യം. നെക്സ്റ്റ് പൊതുശല്യമായ ശ്രീവിദ്യയുടെ സ്റ്റിക്കർ ഇട്ടോട്ടി. പിന്നെ അങ്ങനെയുള്ള നല്ല കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തേ. ചേച്ചി, ഓണം, വിഷു, റംസാൻ, ക്രിസ്മസ് ഓരോ കിറ്റ് ചേച്ചിക്ക്. കിറ്റ് ഒരു സ്കിറ്റും. അത് കോമഡി. പക്ഷെ ആ സ്കിറ്റിൽ വിറ്റില്ലെങ്കിൽ പ്രശ്നം. പിന്നെ ഒരു സൈഡിൽ നിന്ന് ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, ഈ സൈഡ് ചേച്ചിയുടെ റൈറ്റ് സൈഡില്ലേ, അവിടെ ചെളി കൊണ്ട് കൂമ്പാരം കൂടി ഇരിക്കണം. ആ ചെളി ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ശ്രമം ഞങ്ങൾ ട്രിപ്പർ JCB ഉണ്ട്. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ചെളിയിലല്ലേ താമര വിരിയുന്നത്? ചേച്ചിക്ക് ഗോസിപ്പുകൾ ഇഷ്ടമല്ലേ? ചേച്ചിക്ക് വേണ്ടി നമ്മൾ ചൂട് ഗോസിപ്പുകൾ അടിച്ചിറക്കും. കൺവിൻസിങ്. നമുക്കുള്ള കാര്യങ്ങൾ പ്രമാണിക്കുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ ക്രൂ മെമ്പേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യും കേൾക്കട്ടെ. ക്രൂ മെമ്പേഴ്സിന് രാത്രി 9:30 തീർത്തു തരും. കാര്യമില്ല. ക്രൂ മെമ്പേഴ്സില് നമ്മള് മാസത്തിൽ 15 ദിവസം ഓഫ് കൊടുക്കും. അതാകുമ്പോ ചാനലും ക്രൂ മെമ്പേഴ്സ് കൈയടിച്ചിട്ടില്ലല്ലോ. അതിലും അവര് ക്യാമറ പിടിച്ചോണ്ട് എങ്ങനെ കൈയടിക്കും? ക്രൂ മെമ്പേഴ്സിന് ഞങ്ങളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി എല്ലാവർക്കും ഓരോ പൈന്റ് വെച്ച്. കേട്ടില്ല? കൈയടി പോഷകാഹാരമായ കയ്യടി ഇച്ചിരി കുറവുണ്ട്. വേറെ ടീം പോലോട്ട് അത് എന്റെ ഇല്ല. കുപ്പി മാത്രമേ എന്റെ ഉള്ളൂ. ഇതെല്ലാം പോട്ടെ,
എനിക്ക് എന്ത് ചെയ്യും എന്ന് കേക്കട്ടെ. നിന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗത്വം ഒരു ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോം ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഇത്തിരി ഷോക്കിന്റെ ആവശ്യമില്ല. അത് കറണ്ട് ബില്ല് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളെ പാർട്ടി അടച്ചോളൂ. ശരി, നമുക്കൊരു കാര്യം, ഇതിലൊരു തീരുമാനം എടുക്കാം. ഇന്ന് എന്തായാലും എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് വരെ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാമല്ലോ. ഒരു ജയ് വിളി കേക്കട്ടെ നിങ്ങളുടെ സൈഡിൽ. ഇല്ല ഇല്ല മരിച്ചിട്ടില്ല. കുട്ടിയകലെ മരിച്ചിട്ടില്ല. ലക്ഷം ലക്ഷം പിന്നാലെ. ആ, ഇനി കേൾക്കാം. ആയിരമല്ല 10,000 അത് അതെല്ലാം കൊടുക്കാനുള്ള ആയിരമല്ല 10,000 അത്രയും പൈസ കട കൊടുത്ത് തീർത്താലേ പുള്ളിക്ക് ഇലക്ഷൻ ചെയ്യാൻ പറ്റൂ. ആരുടെ അളിയ ചെടിയുടെ മറവിൽ ഞാനാണ് അളിയ കുട്ടിയെങ്കിൽ അവ ഒളിച്ച് ഞങ്ങൾ ജയിച്ച്. നിങ്ങളെ പോലെ വേറെ ടീമുകൾ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? നമുക്ക് ഈ ആൾക്കൂട്ടം കാണിച്ച് ഇത് കാണിക്കണ 10,000 ഒന്നും കാണിക്കണ്ടല്ലോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ വോട്ട് പിടിക്കും. ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ് നമ്മൾ ജയിച്ചതിന് ശാല. നീ പറഞ്ഞിട്ടാ വിചാരിക്കും ഞങ്ങളെ ബാക്കിൽ ഗ്രാഫിക്സ് ഇത് ആൾ നിർത്തിക്കണം. നിങ്ങളുടെ രണ്ടുപേരുടെ ഈ ഹോർഡിങ്സിലേക്ക് നോക്കുമ്പോ മുണ്ട് രണ്ട് സെയിം ആണല്ലോ. ആക്ച്വലി ഒരാള് മുണ്ട് കൊടുത്തിട്ടുണ്ട്, ഒരാള് ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്സ് ഉണ്ട്. അത് ആരുടെയാന്ന് തപ്പിപ്പിടിച്ചെടുക്കാൻ ഞാൻ പറ്റുമോ? കൊണ്ടെടുത്തിട്ട് ഇല്ല, എന്റെ ഫ്ലക്സിന്റെ ബാക്കിൽ റബ്ബറാണ്, മിക്കാറും വലിച്ചോണ്ടിരിക്കാനായിരിക്കും. അപ്പൊ എന്റെ ഇതിന്റെ ബാക്കിൽ ഭാവാണ്. ഇത് കഴിയുമ്പോ വെട്ടി എടുത്തു. അതെ, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അടി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ആൾക്കാർ ആരെങ്കിലും ഇനി വരാൻ ഹലോ സുഹൃത്ത്, ആരടി ഉണ്ടാക്കി? നിങ്ങൾ ഈ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയക്കാരെല്ലാം പുറത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര ബഹളമായിരിക്കും. പക്ഷെ നിയമസഭയ്ക്കകത്ത് പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കര കമ്പനിയാണ്. അല്ല, നിങ്ങൾ എത്ര വിഷയം ഉണ്ടാക്കിയാലും നിങ്ങൾ ഞങ്ങളെ സഹോദരമാണ്. ഞങ്ങൾക്കറിയാം നിങ്ങൾ ഞങ്ങൾക്ക് വോട്ടുകളുള്ള ഞങ്ങൾക്കറിയാം, നന്നായിട്ടറിയാം. അവര് പോലും കണ്ട വീണ കണ്ട അവന്റെ കമ്പ് പോലും നേരെ ഇരിക്കില്ല. അപ്പൊ പ്രിയമുള്ളവരെ, നമുക്കറിയാം ഞങ്ങളെ നിങ്ങൾ ജയിപ്പിക്കുന്നത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങളെ ടീമിന്റെ വക ഒരു ചെറിയ പാർട്ടി സ്കിറ്റ് ആയിക്കോട്ടെ, കാണാം. കാണിക്കൂ. ആ സ്കിറ്റ് വരട്ടെ വെച്ചു ഞങ്ങൾ വരാൻ പറ്റും. വരട്ടെ വരട്ടെ, സ്കിറ്റ് വരട്ടെ. നമ്മുടെ ഓമന നേതാവ് ധീരതയോടെ മരിച്ചോളൂ. മതി 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 നിർത്ത്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ജംഗ്ഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ 3 നോട്ടുമാല എന്റെ കഴുത്തിലിടാൻ വേണ്ടിയിട്ട് 3 നോട്ടുമാല നിങ്ങളുടെ കയ്യിൽ ഞാൻ തന്നിരുന്നു. 1 നോട്ടുമാല എന്റെ കഴുത്തിലിട്ടുള്ളൂ, ബാക്കി 2 മിസ്സിംഗ് ആണ്. ഓരോ മാലയിലും 2000 രൂപ വെച്ച് ഞാൻ കൊരുത്തിട്ടിരുന്നു. അത് എന്റെ കാശാണ്. ആ മുഖ്യവനെയൊക്കെ ഞാൻ പൊക്കും കേട്ടോ. ഇപ്പൊ തൽക്കാലം ഒരു ആളുടെ വീട്ടിലെത്തിക്കാണ്. മിണ്ടണ്ട. ചേച്ചിയേ ചേച്ചിയേ ചേട്ടോ, ഓ ഓ നിങ്ങൾ പറഞ്ഞേ നമസ്കാരം. ഓ, ഇത് ആരൊക്കെയാ ഇത്? അയ്യോ, നമ്മളെ മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. അയ്യോ, മനസ്സിലാവാത്തോണ്ടൊന്നുമല്ല. ഞാൻ എങ്ങനെ എപ്പോഴും പറയുന്ന പോലെ ഒരു ഭംഗി വാക്ക് പറഞ്ഞേ. ഭംഗി വാക്ക് പറഞ്ഞതാണോ ചേച്ചി? അല്ല, 5 കൊല്ലത്തിന് മുമ്പ് ഇതേപോലെ വന്നിട്ട് പോയതാണല്ലോ. പിന്നെ ഈ വഴിക്കൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴെങ്കിലും വരാൻ പറ്റിയതിന് ദൈവത്തിനോട് നന്ദി പറ. തിരക്കോട് തിരക്കായിരുന്നില്ലേ? പക്ഷെ ഞാൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്താണ്, ഞാൻ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലേ? പിന്നെ ഭയങ്കര മാറ്റമല്ലേ? അന്ന് വന്നതിനേക്കാളും കുറച്ച് തടി കൂടിയിട്ടുണ്ട്, കുറച്ച് മുടി നരച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് കുറച്ച് മുടി പോയിട്ടുണ്ട്. ഭയങ്കര മാറ്റം. നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, പക്ഷെ പഞ്ചായത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. ഒരു സമൂഹം നന്നാവണമെങ്കിൽ ആദ്യം വ്യക്തി നന്നാവണം. ഞാനിപ്പോ നന്നായില്ലേ, ഇനി പതുക്കെ സമൂഹം നന്നായിക്കോളും. അയ്യോ, ആയിക്കോട്ടെ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഏത് വാർഡിൽ നിന്നാണ് ജയിച്ചത്? ഏത് വാർഡാടാ? 16 16 തോന്നുന്നു. അതെന്നെ, നിന്റെ 16 അടിയും തെരഞ്ഞു. അല്ല, ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ഓരോ പിന്നെ ചേച്ചി, മമ്പട്ടിക്ക് കുത്തണം. തന്നെ കാണുമ്പോഴേ തന്നെ മൺവെട്ടിക്ക് കുത്തണമെന്ന് ഞാൻ അയ്യോ, എന്നെ കുത്തണമെന്നല്ല, എന്റെ ചിന്തമാണ് മൺവെട്ടി. ആ മൺവെട്ടിയിലേക്ക് ചേച്ചിയുടെ വോട്ടവകാശം രേഖപ്പെടുത്തണമെന്നാ പറഞ്ഞത്. അത് മാത്രമല്ല, പഴയ പാർട്ടിയല്ല, നമ്മുടെ ഇപ്പൊ പുതിയ പാർട്ടി JDF. അതെന്താ നിങ്ങൾ പാർട്ടി മാറിയത്? പഴയ പാർട്ടിയിൽ എനിക്ക് സീറ്റ് തന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടാ? ഞാൻ മറുകണ്ഠം ചാടിയില്ല, ഇപ്പൊ JDF-ലാണ് മത്സരിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാം. പറയ്, എന്തുണ്ടെങ്കിലും പരിഹാരം ഉണ്ടാക്കാലോ. കുടിക്കാൻ ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല. കുടിക്കാൻ വെള്ളമില്ല? ഇപ്പൊ തന്നെ ഞാൻ പരിഹരിക്കാം. ഒരു കവളയെ കുടിക്കാവൂ, ബാക്കി ഞങ്ങക്ക് കുടിക്കാനുള്ളതാണ്. തന്റെ കുപ്പിയിലെ വെള്ളത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്കിവിടെ കുടിവെള്ളമാണ് പ്രശ്നം. എടാ, ഈ ചേച്ചിനെ മനസ്സിലായോ? കുടിവെള്ള സമരത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പോയി സമരം ചെയ്ത ചേച്ചിയാ. എന്നിട്ട് പോലീസുകാർ ജലപീരയ്ക്ക് പ്രയോഗിച്ചു കഴിഞ്ഞപ്പോ ആ പോലീസുകാരെ തോപ്പിക്കാൻ വേണ്ടി ചേച്ചി സോപ്പും തോർത്തു കൊടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് കുളിച്ചു. എന്നോട് കളിച്ചാ അങ്ങനെയൊക്കെ ഇരിക്കും. ഏതാണ്ട് ഈ കിണറ്റില് 2 തൊടിയും കൂടെ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും. അതിന് നിങ്ങൾ പരിഹാരം ഉണ്ടാക്കി തന്നാ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഞാനും ഒരു പരിഹാരം കാണാം. ഇപ്പൊ തന്നെ പരിഹാരം വേണം. ഇപ്പൊ തന്നെ എനിക്കൊരു പരിഹാരം വേണം. എങ്കിലും ഞാൻ കാണികളുമായിട്ട് കൂലങ്കഷമായിട്ട് ഒന്ന് ചർച്ച ചെയ്യട്ടെ. മക്കളെ ചർച്ച ചെയ്തോ? തോറ്റിട്ടില്ല,
തോറ്റിട്ടില്ല 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 തോറ്റ ചരിത്രം കേട്ടിട്ടില്ല ചരിത്രം കേട്ടിട്ടില്ല തോറ്റിട്ടില്ല 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 തോറ്റ ചരിത്രം കേട്ടിട്ടില്ല തോറ്റ ചരിത്രം കേട്ടിട്ടില്ല 10ാം ക്ലാസ്സിൽ 10 വട്ടം എഴുതിയിട്ട് ജയിച്ചിട്ടില്ല. അവനാണ് തോറ്റ ചരിത്രം കേട്ടിട്ടില്ലെന്ന്. ഓ എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു? ഓ പിന്നെ നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ചേച്ചിയുടെ വോട്ട് നമുക്കാണെന്നറിയാം. എന്നാലും പറയാണ്, നമ്മുടെ ചിഹ്നം റേഡിയോയാണ്. നമ്മുടെ ചിഹ്നം ബെസ്റ്റ് ചിഹ്നം. അവിടെ നിങ്ങൾ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. ഇവിടുന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും അങ്ങോട്ട് കേൾക്കത്തില്ല. അത് ശരിയാ. നിങ്ങളുടെ ചിഹ്നം എന്തോ? മൺവെട്ടി. നിങ്ങൾക്ക് ഈ നാടിനെ പറ്റി എന്തെങ്കിലും ചിന്തയുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ഈ നാട്ടിനെ പറ്റി ഞങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞ വഴിക്ക് മാലിന്യം കിടക്കണത് കണ്ടോ? അയ്യോ, ഞാൻ കണ്ടില്ല. ഒരൊറ്റ മിനിറ്റ് നിങ്ങൾ ഇവിടെ ചേച്ചിയോട് സംസാരിച്ചിരിക്കാൻ ഞാൻ ടക്കനെ പോയിട്ട് ടക്കനെ ഇഞ്ഞ് വരും. എന്തിന്? മാലിന്യം കിടക്കുന്നു എന്ന് പറഞ്ഞു. അയ്യ, മാലിന്യം കിടക്കണ കണ്ടോന്നല്ല ചോദിച്ചത്, മാലിന്യം കുമിഞ്ഞു കൂടി കിടക്കണത് കണ്ടോന്ന്. അതോ, അതിപ്പോ ഒക്ടോബർ 2-ാം തീയതി വരെയല്ലോ. ഒക്ടോബർ 2-ാം തീയതി വരുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയക്കാർ ഞങ്ങൾ തൂമ്പയെടുത്ത് പെടലിക്ക് വെക്കും. പെടലിക്ക് വെച്ചിട്ട് ഞങ്ങൾ ഇത് വെട്ടിയെടുക്കും. അതെന്താ, നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് ഒക്ടോബർ 2-ന് മാത്രമേ തൂമ്പ പൊങ്ങുള്ളൂ? അല്ലാത്തപ്പോ പൊങ്ങും. അന്നേരം ഫോട്ടോ എടുക്കാൻ ആരും വരില്ല. ദൈവമേ, മഹാത്മാഗാന്ധി ജനിക്കാതിരുന്നെങ്കിൽ ഈ നാട് മുഴുവനും മാലിന്യം കൊണ്ട് കൂമ്പാരം കൂടിയേനെ. ചേച്ചി അത് വിളി. ചേച്ചി ചേട്ടനെ വിളിക്ക്. ചേട്ടൻ നമ്മുടെ പാർട്ടിയാണ്, വേറെ ആർക്കും വോട്ട് കൊടുക്കില്ല. ചേട്ടൻ സുഖമായിട്ടിരിക്കുന്നോ? ചേട്ടാ, കാര്യങ്ങളൊക്കെ എന്തായി? അതെ, ചേട്ടൻ മരിച്ചിട്ട് 10 കൊല്ലം കഴിഞ്ഞു. ഈ 10 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഞാൻ ചേട്ടനെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ രാഷ്ട്രീയക്കാര് കൃത്യം 5 കൊല്ലം ആവുമ്പോ കാണുന്നുണ്ടല്ലോ. അതെങ്ങനെയാ ചേച്ചി ഞങ്ങൾ കാണുന്നത്? മരിച്ചുപോയ ആളെ എങ്ങനെയാ കാണുന്നത്? എന്റെ ചേട്ടൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ അങ്ങ് വരുന്നുണ്ടല്ലോ. പിന്നെ നിങ്ങൾ രാഷ്ട്രീയക്കാരെ കാണുമ്പോ ചോദിക്കാൻ വെച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ഈ എക്സിറ്റ് പോൾ? എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ മലയാള സിനിമ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് എക്സിറ്റ് പോൾ. അദ്ദേഹമാണ് മലയാള സിനിമയ്ക്ക്, മലയാള ഗാനസായക്ക് ഒരുപാട് പാട്ടുകൾ സംഗീത സംവിധാനം ചെയ്തു തന്നിരിക്കുന്ന എക്സിറ്റ് പോൾ. അത് അലക്സ് പോൾ അല്ലേ? അവൻ ഭരിക്കാൻ വന്നേ. അപ്പൊ നിങ്ങൾ പറ, എന്താണ് എക്സിറ്റ് പോൾ? എന്റെ പെങ്ങളെ, ഈ എക്സിറ്റ് പോൾ എന്ന വ്യക്തിയെ എനിക്ക് നേരിട്ട് പരിചയമില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് എന്തിനു പറയണം? ഞാൻ സത്യസന്ധമായിട്ടേ, ഈ എക്സിറ്റ് പോളും പ്രേതം ഒരുപോലാണ്. അതെന്താ? എക്സിറ്റ് പോൾ ഉണ്ടെന്ന് പറയുന്നു, പ്രേതം ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ ഇന്നുവരെ ആരും കണ്ടിട്ടില്ല. അപ്പൊ അറിയാമല്ലോ, നമുക്കാണ് ഈ പ്രാവശ്യത്ത് വോട്ട് തരേണ്ടത്. വേറെ ഇനിയും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. വോട്ട് തരണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിക്കാം. എനിക്ക് ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. ഈ കിണറ്റില് 2 തൊടി കൊഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും. അതാരെനിക്ക് തരുന്നോ അവർക്ക് ഞാൻ വോട്ട് ചെയ്യും. സിമ്പിൾ, ചീള കേസ്. നമ്മളത് ചെയ്തുതരും. വന്നേ, കമൺ. ഓയ്യോ, ചേച്ചി ആരുണ്ടല്ലോ. വന്നേ, നമ്മുടെ കൂട്ടത്തിൽ വിയർക്കുന്ന ആരുണ്ട്? ജോലി ചെയ്താൽ ആരുമില്ല. എനിക്കാണ് നടുപൊടിഞ്ഞിരിക്കുക. അപ്പൊ കേന്ദ്രത്തിൽ നാളെ ഇറക്കിയാലോ? വല്ല തീരുമാനമായോ? തീരുമാനമാക്കും. ഇവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആലോചിച്ചാലും കൊള്ളാം, ആലോചിച്ചില്ലെങ്കിലും കൊള്ളാം. ഇലക്ഷന് മുമ്പ് ആരെനിക്ക് ഇതിന്ന് വെള്ളം തരുന്നോ അവർക്കാണ് എന്റെ വോട്ട്. ഓരോ ഓട്ടും വ്യക്തിക്ക്, ഓരോ ഓട്ടും വ്യക്തിക്ക്, ഓരോ ഓട്ടും വ്യക്തിക്ക്, ഓരോ ഓട്ടും വ്യക്തിക്ക് വ്യക്തിക്കോട്ട് നൽകുക, വ്യക്തിക്കോട്ട് നൽകുക, വ്യക്തിക്കോട്ട് നൽകുക. വ്യക്തിക്കോട്ട് കൊടുക്കണമെന്ന്? ആർക്ക് കൊടുക്കണമെന്ന്? വ്യക്തിക്കോട്ടല്ല, വ്യക്തി എന്റെ പേരാ. എനിക്ക് വോട്ട് തരാനാണ് ഞാൻ പറഞ്ഞത്. യോ പുഷ്പേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? ഓ, സുഖമായിട്ട്. പഞ്ചായത്ത് മഹിളയാണ്. പഞ്ചായത്ത് ലഹളയോ? യോ, പഞ്ചായത്ത് ലഹളയല്ല, പഞ്ചായത്ത് മഹിള. ഒരേ ഒരു സ്ത്രീ സാന്നിധ്യമാണ്. എനിക്ക് തന്നെ വോട്ട് തരണം. തേപ്പ് പെട്ടിയാണ് ചിഹ്നം. ബെസ്റ്റ് ചിഹ്നം. ഈ പഞ്ചായത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ തേച്ചവളാണ് ഇവള്. ഇവർക്ക് പറ്റിയ ചിഹ്നം തന്നെ കിട്ടി, തേപ്പ് പെട്ടിയാ. തന്റെ ചിഹ്നം മൺവെട്ടിയല്ലോ. ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ എന്നല്ലല്ലോ താൻ അധികം സംസാരിക്കണ്ട. അതെ, എന്റെ പ്രശ്നം കുടിവെള്ളമാണ്. ഈ കിണറ്റിന്ന് ആര് കുഴിച്ച് വെള്ളം തരുവോ അവർക്കാണ് എന്റെ വോട്ട്. എപ്പോ വെട്ടണം? ഇപ്പൊ വെട്ടണം. ഇപ്പൊ വെട്ടണം. ഇപ്പൊ വെട്ടിയേക്കാം. എടാ മക്കളെ, വാടാ, കിണർ വെട്ടാടാ, വാ, ഇറങ്ങ്, കെട്ടിലിറങ്ങ്. വോട്ട് കിട്ടട്ടാടാ, കിണറ്റിലിറങ്ങ്. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിക്കട, അവര് വെട്ടട്ടാ. ഇറങ്ങ്. നമുക്ക് കിണർ വെട്ടല്ല പണി. നമുക്ക് കിണർ വെട്ടല്ല പണി. അപ്പൊ കിണർ വെട്ടാൻ പറ്റൂല. നിങ്ങളൊക്കെ എന്തിനാടാ മക്കളെ ഞാൻ കൊണ്ടു നടക്കണേ? മാറിക്കങ്ങോട്ട്. എന്നാ പിന്നെ ഞാൻ തന്നെ ആര് വെട്ടും കുഴിക്കും വെള്ളം തരും അവർക്കാണ് എന്റെ വോട്ട്. ഞാൻ തന്നെ ഇറങ്ങാം. ആവശ്യം എന്റെ ആണല്ലോ. മാറിക്കടാ. ഇറങ്ങാൻ പോണ്. പിന്നെ അങ്ങ് ഇറങ്ങാം ഇങ്ങോട്ട്. ചെയ്യോന്ന് പറ. വോട്ട് വേണമെങ്കിൽ, അയ്യോ എനിക്ക് വോട്ട് വേണം. വോട്ട് വേണം. അല്ല, ഞാൻ തന്നെ ഇറങ്ങിക്കോളാം. എടാ, ഒന്ന് സഹായിക്കടാ. കാലേ പിടിച്ച് തറയിട്ടാ മതിയോ? അയ്യോ, തട്ടിയിടാനല്ല, സഹായിക്കാനേ പറഞ്ഞുള്ളൂ. അയ്യോ, എന്റെ നടുവേന മാറി. ഇനി ഞാൻ ഇറങ്ങാം. ഇത് പിടിക്കടാ. തല
പിടിമക്കളെ. വെള്ളത്തിലാശാനാണ്. ഇതൊന്ന് മൂടിക്കേ. ഇതെന്തുവാ? എന്താ ഇത് ഇരുട്ട്? ഇതെന്തുവാ? എന്താ അങ്ങനെ? പുഷ്പച്ചേ, പുഷ്പജി വെട്ടമില്ല കേട്ടോ. കിണർ കുടിക്കണ്ടേ? ഞാൻ ഓക്കെയാണ്, മറ്റേ പുള്ളി ഓക്കെ അല്ല. വെട്ടം വേണം. ഇപ്പോഴാണ് എനിക്കൊന്ന് സന്തോഷമായത്. എന്റെ കുടിവെള്ളം മുട്ടിയാൽ എന്താ, ഈ 3 എണ്ണം ഇതിന്റെ അകത്ത് കിടന്ന നമ്മളെ നാട് നന്നാവും. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. നമുക്ക് അപ്പൊ അടുത്ത സ്കിറ്റ് കാണാനുള്ള ടൈം ആയിരിക്കാണ്. കമോൺ. അയ്യോ, നിങ്ങൾ എടുത്തോ. നമുക്ക് എപ്പോഴും എത്ര കണ്ടാലും മതി വരാത്ത 2-3 സാധനങ്ങളേ ഉള്ളൂ അല്ലേ? കടല് നമ്മൾ എത്ര കണ്ടാലും മതി വരില്ല. ആന എന്താ ഫ്ലൈറ്റും ഉണ്ട്. നമ്മള് വെറുതെ റോഡിൽ പോയപ്പോ എത്രയെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് പോകുമ്പോൾ നോക്കും. അതുപോലെ എനിക്ക് കണ്ടാ മതി വരാത്ത കുറെ ഉണ്ട്. അപ്പൊ അതില് ആന നമ്മൾ എപ്പോഴും ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉത്സവത്തിന് നോക്കി നമ്മൾ വെറുതെ പോയി ആനയെ നോക്കിയിരിക്കും. ആന ഒരു നമുക്ക് അത്ര ആഗ്രഹമല്ലേ കണ്ടോണ്ടിരിക്കും. ഇപ്പൊ പറയാൻ പാടുണ്ടോന്ന് അറിയില്ല, എന്നാലും പറയാം, എന്റെ മൃഗം ആനയാ. രാഹുല നമുക്ക് നമ്മുടെ നക്ഷത്രത്തിന് ഓരോ മൃഗം ഉണ്ടാവും. എന്റെ രേവതിയാണ്, അതിന് ആനയാ. ഒരു വൃക്ഷം ഉണ്ടാവും, ഒരു മരം ഉണ്ടാവും, ഒരു മൃഗം ഉണ്ടാവും, ഒരു പക്ഷി ഉണ്ടാവും, ഒരു ദേവൻ ഉണ്ടാവും, ഒരു ഗണം ഉണ്ടാവും. വൃക്ഷവും മരത്തിനും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു ആന കൊടുക്കാനുണ്ട്. നിനക്ക് ആനയെ വാങ്ങാൻ താല്പര്യമുണ്ടോ? ഒരു ആനയെ കൊടുക്കാനുണ്ട്. ആനയുടെ പേര് ശങ്കരൻകുട്ടി. ആനയ്ക്ക് ഒരു കിടില പാപ്പാനുണ്ട്. ആനയെ മേടിക്കാൻ കുറച്ചൊരു വരുന്നുണ്ട്. എന്നാ നമുക്ക് ആ ഡീലങ്ങ് നോക്കാം. ഡീലേഴ്സിനോട് വരാൻ പറയൂ. പോണ വഴിക്ക് വൃക്ഷവും മരവും സെറ്റാക്കി. അല്ല, നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ പിണങ്ങിക്കുന്നത്? ഞാൻ നിന്റെ ഒരു പാപ്പാനല്ലേടാ. എനിക്കല്ല നിന്നെ വിൽക്കാൻ ആഗ്രഹം. ഇവന്റെ മുതലാളിക്കാണ് ഇവനെ വിൽക്കാൻ ആഗ്രഹം. നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാ ഞാൻ എങ്ങനെയാടാ പഴം നിന്നത്? അതുകൊണ്ട് ഈ പഴം ഞാൻ എടുക്കുവാ. ഇതെനിക്ക് വേണം, ഇത് തരണം. ഹലോ, അതെ, ബ്രോക്കറാണ്. ആനയോ? ആനയാ? കാറോ? ഒരു ആൾട്ടോ കാർ എടുപ്പുണ്ട്, 2005 മോഡലേ. 1.5 ലക്ഷത്തിന് ഉറപ്പിക്കാം. അയ്യോ, ഇന്ന് പറ്റത്തില്ല. ഇന്ന് എനിക്കൊരു ആനേര വർക്കുണ്ട്. 2 വർക്കും ചെയ്യും. വണ്ടിപ്പണിയും ചെയ്യും, ആനേര പണിയും ചെയ്യും. ശരി, വിളിക്കാം. ആരാ? ശങ്കരൻകുട്ടി. ശങ്കരൻകുട്ടി, എടാ കണ്ണൂർന്ന് നോക്കുന്ന ആനക്കുന്നേ. എടാ ഞാൻ ശങ്കരൻകുട്ടിന്ന്. ആനയ്ക്കും തനിക്ക് ഒരേ പേരാ. എനിക്കും ആനയ്ക്ക് ഒരേ പേരാ. ആന പിടിച്ച് കടിക്കും. എടോ, ഒരു ആന വിൽക്കാനുണ്ടെന്ന് കേട്ട്. ഓ, 3 ആന? അയ്യോ, 3 ആനയൊന്നും വേണ്ട, ഒരൊറ്റ ആനയെ മതി. അതല്ല, 3 ആനാണോന്ന്? ബ്രോക്കർ. ചുമ്മാ എന്നെ ബ്രോക്കർ എന്നൊന്നും വിളിക്കല്ലേ, അതെനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ വിളിക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അത് ഒന്ന് ചെറുതാക്കി അല്ല, ഈ ആന ഏതാ മോഡൽ? ആനയ്ക്ക് മോഡലാ? അല്ല, ഞാൻ വണ്ടിക്കച്ചവടക്കാരനാണ്, എനിക്ക് അതുകൊണ്ട് അതേ വരുവുള്ളൂ. എന്റെ ആനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കിയേ. കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, എന്നാലൊന്ന് നോക്കിക്കോ. ആനയുടെ മുമ്പിലത്തെ 2 വീല് കംപ്ലൈന്റ്. ആനയ്ക്ക് വീലാ? ആനയ്ക്ക് കാല്. ഞാൻ വണ്ടിക്കച്ചവടക്കാരനാണല്ലോ, എവിടെയും കൊണ്ട് തട്ടിക്കാണോന്നേ. എങ്കിൽ നമുക്കത് പാച്ച് വർക്ക് ചെയ്ത് റെഡിയാക്കാം. പാച്ച് വർക്ക് ചെയ്താ? അല്ല, ഞാൻ വണ്ടിക്കച്ചവടക്കാരനായ എനിക്ക് അങ്ങനെ വരത്തുള്ളൂ. ഇന്നാളൊരു വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ ഉള്ള അവര് ചോദിച്ച് ഏതെങ്കിലും കുറഞ്ഞ ആനയെ കിട്ടാനുണ്ടോന്ന്. ഞാൻ പറഞ്ഞൊരു കുറഞ്ഞ ആന എനിക്ക് കിട്ടാനുണ്ടോന്ന്. കുറഞ്ഞ ആനയാ? എന്റെ ആന കുറഞ്ഞ ആന നിങ്ങൾ തീരുമാനിച്ചാതിയാ. നമ്മൾ ബ്രോക്കർമാർ ഇങ്ങനെയാ, കുറഞ്ഞതിനെ കൂട്ടിയത് നോക്കും, കൂട്ടിയതിനെ കുറഞ്ഞതും. അതാ നമ്മൾ ബ്രോക്കർമാരുടെ സ്റ്റൈല്. അല്ല, ആ കൂട്ടരിപ്പ് വരും. അപ്പൊ ആനയുടെ വില എന്താണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. മുതലാളി പറഞ്ഞിരിക്കുന്ന 30 ലക്ഷമാണ്. 30 ലക്ഷം രൂപ? 30 ലക്ഷം ഇതൊരു കേട്ടിട്ടില്ലേ? താക്കാൻ പറ്റും, പക്ഷെ കൊമ്പ് വെപ്പായിരിക്കും. എടോ, ആനയ്ക്ക് കൊടുക്കാൻ ഓലയും പലം പട്ടയൊക്കെ വാങ്ങിക്കണ്ടേ? അതിനുള്ള പൈസ ഇല്ല, അതുകൊണ്ടാ പറഞ്ഞത്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ബംഗാളിന്ന് ഒരു ആന എടുത്താ. നീ നമുക്ക് ഓലയും പലം പട്ടിയൊന്നും കൊടുക്കണ്ട, ഉരുളക്കാൻ കിട്ടുകൊടുത്താ മതിയല്ല. അത് കൊള്ളാം. അപ്പൊ എഴുന്നള്ളിപ്പിന് ആനയോയി, കമ്പത്തിന് കമ്പോ. ആന റെഡിയായോ ബ്രോ? ആന റെഡിയായി.
അടുപ്പിയിരിക്കുന്നു, ഒന്ന് വാങ്ങി വെച്ചാ മതി. ആക്രാന്തം ഇതാണ് ആന. ഇതാണോ ആന? അല്ലടി നീർക്കോലി. എടി ഇതാണ് ആന. എനിക്ക് ആനയെന്ന് വെച്ച ജീവന. അതുകൊണ്ട് ആന എവിടെ പോയാലും ഞാൻ അതിന്റെ പുറകെ പോവും. അപ്പൊ പിണ്ടം പറക്കിയാണ്. അല്ല, ജീവനാന്ന്. എന്ത് പിണ്ടോ? അല്ല ആന. ശങ്കരൻകുട്ടിയെ ഞാൻ തന്നെ വിളിച്ചില്ലല്ലേ, പിന്നെ എന്റെ പേരല്ലേ ശങ്കരൻകുട്ടി. എടാ ഞാൻ ആനയെ വിളിച്ചാണെന്ന്. ഓ ആനയെ വിളിച്ചായിരുന്നു. എന്റെ ആനയുടെ പേര് ഒന്നാണ്ട് മാറിപ്പോവൂന്ന്. ശങ്കരൻകുട്ടി മാറിയില്ല അടി കിട്ടും. അല്ല ആനയോട് തന്നെ പറഞ്ഞാണോ? അല്ല അത് നിന്നോട് പറഞ്ഞതാ. ആനയുടെ പേര് പക്ഷെ ശങ്കരൻകുട്ടി എന്നല്ലായിരുന്നു. പിന്നെ ജോസഫ് മുതലാളി ചെറിയാനായിരുന്നു ഇട്ടത്. പിന്നെ എന്തിനാ മാറ്റിയത്? ഇത്രയും വലിയ ആന ഞാൻ മറ്റു ആനകളെ മുമ്പിൽ വെച്ച് പറയും, ചെറിയാന് ഇങ്ങോട്ട് മാറിയില്ലേ, ചെറിയാന് അങ്ങോട്ട് മാറിയില്ലേ. അപ്പൊ അവനൊരു ഈഗോ. അത് സ്വാഭാവികം. പിന്നെ ഇതൊരു കിണ്ണ ആനയാ. കണ്ണൂട്ടി പൈസ. അയ്യോ, കണ്ണുകൂട്ടി പൈസ കൊടുക്കാൻ പറ്റൂല. കൂടുതൽ പോകുന്നുണ്ടോന്ന് അറിയണ്ടേ? എനിക്ക് എണ്ണി കൊടുക്കണം. എണ്ണി കൊടുത്തു. അല്ല പാപ്പോന് ആനക്ക് എത്രയാ മൈലേജ്? ആനക്ക് മൈലേജാ? അല്ല വണ്ടിക്കച്ചവടക്കാരനാണല്ലോ, അതുകൊണ്ട് അതൊക്കെ കേറി വരും. ഓരിയും ബലം പറ്റി ഒക്കെ ഇട്ട് കൊടുത്താലില്ലേ 100 കിലോമീറ്റർ പോകുന്നേ. 100 കിലോമീറ്റർ. അപ്പൊ നമുക്ക് ആനയെ ഉറപ്പിക്കാം. ഇഷ്ടപ്പെട്ട്. അതെ അതെ, ആന കൊള്ളാം. ഇതിന്റെ വേറെ ഷേപ്പിലുള്ളതുണ്ടാവോ? ഷേപ്പില്ലെങ്കിൽ വേണ്ട, കളറായാലും മതി. കൊച്ചെന്ന് ആനയുടെ മുമ്പ് കേറിയില്ലേ, ആന ചവിട്ട് ഷേപ്പാക്കി തന്നോളൂ. അതല്ല, ഇപ്പൊ നമ്മളൊരു ആനയെ മേടിക്കുവാണല്ലോ, അപ്പൊ നല്ല ക്യൂട്ടായിട്ടൊരു കൊച്ചാനേനെ മേടിക്കണമെന്നാണ് ആഗ്രഹം. കൊച്ചാനല്ലേ? എന്റെ വീടിന്റെ പുറകോട്ട് വാ, കുഴിയാനേനെ എടുത്തരാം. പാപ്പാരെ, ആനയ്ക്ക് അസുഖമൊന്നും വരില്ലല്ലേ? മനുഷ്യർക്ക് അസുഖം വരില്ലല്ലേ? അപ്പൊ ആനയ്ക്ക് അസുഖം വരും. പക്ഷേ തലവേദന വരാതെ സൂക്ഷിക്കണം. എന്താ തലവേദന വന്നാ 10 ഒപ്പി വിച്ച് ബക്കറ്റി വെള്ളത്തിൽ കലക്കി 4 ഇഞ്ച് നീളൂല ബ്രഷ് എടുത്താല് മുക്കി അതിന്റെ മത്തത്തിലോട്ട് തേച്ചു കൊടുക്കണം. എവിടെ? മത്തത്തിലോട്ട്. ഒരു ദിവസം ആനയ്ക്ക് എത്ര ഓരിട്ട് കൊടുക്കും? ഒരു 10-25 ഇട്ട് കൊടുക്കും. അതിന്ന് ഒരു ഈർക്കനെടുത്ത് നാവ് വെച്ചായിരുന്നെങ്കിലേ ഈ മത്തകം എന്ന് പറഞ്ഞിരിക്കത്തില്ലായിരുന്നു. അയ്യോ സോറി, അത് പുസ്തകം വായിക്കാത്തതിന്റെ കുഴപ്പമാ. പുസ്തകവും ആന പാപ്പാനെ പാപ്പാനായിരുന്നു ഈ ആനയുടെ ആദ്യം മൂലമുള്ള പാപ്പാൻ. ഞാൻ വേറെ ആനയെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഇപ്പൊ ഡാൻസർ ആയിട്ട് ഇങ്ങോട്ട് വന്നതാ. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആന പാപ്പാ ഞാൻ. പിന്നെ കയ്യില് തഴമ്പ് കണ്ടില്ല, പിണ്ടം കോരിയാണെന്ന്. അപ്പൊ എത്ര ആനകളെ വെച്ചിട്ടുണ്ട്? പിന്നെ ഞാൻ എത്ര ആനകളെ വെച്ചിട്ടുണ്ട്. മംഗലാകുന്നുകാരനൻ, കടവൂർ ശിവരാജു, പാമ്പാടി രാജൻ, ആനത്തലവട്ട മാനന്ദൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പകുതി വരെ ഓക്കേ. അത് കഴിഞ്ഞ് 2 മന്ത്രിമാരുടെ പേരും കൂടെ കേറി വന്നായി. അത് അതിന്റെ കൂടെ ഫ്ലോയിൽ പോയതാ. അത് സ്വാഭാവികം. അപ്പൊ നമുക്ക് ആനയെ ഉറപ്പിക്കാം. ആനയെ മേടിക്കുന്നുണ്ട്, എന്നെയും കൂടി ഒന്ന് മേടിക്കണം. നീ ഒരാനയുടെ കൊച്ച. ഞാനല്ലേ അവന്റെ പാപ്പാൻ. എന്റെ കയ്യിലല്ലേ തോട്ടിയിരിക്കണത്. വെള്ളം കോരുന്ന തോട്ടിയല്ലേ, അത് നമുക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അയ്യോ ആ തോട്ടിയല്ല, പിന്നെ ഈ തോട്ടി. അതെ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ആനയെ മേടിക്കാമെങ്കിൽ എനിക്ക് ഈ തോട്ടിയും മേടിക്കാം. അയ്യോ ഈ തോട്ടി കണ്ടുപോയിരുത്തി. ഇതാണ് ഉപജീവനമാർഗം. ഞാനിതും കൊണ്ടാണ് പലതും തെങ്ങും കുടിച്ച് ജീവിക്കുന്നത്. അതങ്ങനെ ഞാൻ ആനപ്പുറത്തിരുന്ന് പോകുമ്പോ ചക്കയാ, കാകയാ, തേങ്ങയാ ഇത് വെച്ചാണ് കൊത്തിയിട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇത് എടുക്കരുത്. പിന്നെ ആനപ്പുറത്തിരുന്ന് പോകുമ്പോ ഇതുപോലെ മുറി ആസ്വദിക്കണം. അയ്യോ ഇത് മുറിയായിരുന്ന ഞാൻ വെച്ച് മഞ്ഞയുടെ ചുവപ്പ് കൂടി കൊണ്ടിരിക്കണം. ഒരു ദിവസം ഞാൻ ആനപ്പുറത്തിരുന്ന് ഇങ്ങനെ പോവായിരുന്നു. പെട്ടെന്ന് ആർച്ചി തട്ടി എന്നെ നെറ്റി അങ്ങ് മുറിഞ്ഞു. അയ്യോ, ആർച്ച് കണ്ടായിരുന്നെങ്കിൽ ഒന്ന് കുനിഞ്ഞൂടായിരുന്നോ? ഞാൻ വിചാരിച്ച ആന കുനിയൊന്ന്. നല്ല പഠിപ്പും വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടല്ലേ. പിന്നെ ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചല്ലോ. 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടോ? എങ്കിൽ ഇത് ഫലിത ബന്ധുക്കളിൽ നിന്ന് മോട്ടിച്ചത് തന്നെ. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ബ്രോക്കറെ, ആനക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടോന്ന് നോക്കി പറഞ്ഞേ. അല്ല കുട്ടിക്കല്ലേ ആനയെ കുറിച്ച് കൂടുതൽ അറിയാവുന്നേ, അപ്പൊ കുട്ടി തന്നെ അങ്ങ് നോക്കി പറ. അല്ല ബ്രോ നോക്കി പറ. ശരി. ആനയുടെ ഹോൺ നല്ല ഹോൺ. 2 ഇൻഡിക്കേറ്റർ. ആനയുടെ ഇടത്തെ ഇൻഡിക്കേറ്റർ ഇത്തിരി മങ്ങലുണ്ട്. ഇൻഡിക്കേറ്ററാ? കണ്ണ് 2 ബമ്പറിന് ഇത്തിരി വളവുണ്ട്. അല്ലേ അത്? അതെ അതങ്ങ് മാറ്റാം.
കുഴപ്പമില്ല, വളവൊക്കെ മാറ്റാലോ. 2 കണ്ണ്, 2 ചെവി, 2 കൊമ്പ്, 2 കാല്, 2 കാല്. അയ്യോ, ഈ ആന നമുക്ക് വേണ്ട. അതെന്ത്? ഈ ആന വേണ്ടേ വേണ്ട. എന്തെന്നൊന്ന് പറ. ചീവൻ നമ്മളെ തേച്ച്. നോക്ക് 2 കണ്ണ്, 2 ചെവി ഉണ്ടാവുമല്ലോ, 2 കൊമ്പ് ഉറപ്പായിട്ടും, 2 കാല്, 2 കാല്. പക്ഷെ തുമ്പിക്കൈ ഒന്നേ ഉള്ളൂ. എടാ, നീ ഏതാനക്കാണ് 2 തുമ്പിക്കൈ കണ്ടേക്കണേ? എന്തിനാ എന്നെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പാച്ച് വർക്ക് ചെയ്ത് റെഡിയാക്ക്. അയ്യോ, ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. അയ്യോ, എന്നും ഓരോ സാധനങ്ങൾ മറക്കും. അപ്പം ഷൂ ഉണ്ട്, യൂണിഫോം എല്ലാം തേച്ച്, നെയിം ബോർഡ്, തൊപ്പി. ഈ ഫോണെവിടെ? ഫോണെവിടെ അടി? ഇതാ ഇവിടെ കിടന്ന. അയ്യോ, ഇതെവിടെ കിടന്ന് അടിക്കുന്നത്? അയ്യോ, തല പെരുക്കുന്നല്ലേ? അയ്യോ, തലച്ചോണ്ടാന്ന് കാണാൻ ഫോണിരിക്കണ. ആ തൊപ്പിക്കാത്തിരിക്കണ്. ഈ ഫോണിത് ഇപ്പൊ ഇവിടെ വന്ന് എങ്ങനെ കയറി? അയ്യോ, എസ് ഐ സാർ. ഹലോ സാർ. ഹലോ, താൻ എവിടെ പോയി കിടക്കാണോ? സാർ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി സാർ. എടാ, പിടികിട്ട പുള്ളി റെയിൽവേ ട്രാക്കിന്റെ സൈഡിലുള്ള കുറ്റിക്കാട്ട് വെളിച്ചിരിപ്പുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് സ്റ്റേഷനിൽ വരണം. സാർ, 24 മണിക്കൂറിനുള്ളിൽ ഞാൻ പിടിച്ചോളാം സാർ. 27 മണിക്കൂറാ? മണ്ണാൻ കട്ട. 1/2 മണിക്കൂറിനുള്ളിൽ സ്റ്റേഷൻ എത്തണം, മനസ്സിലായല്ലോ? അരമണിക്കൂർ. ഓക്കെ സാർ, ഞാൻ ഇറങ്ങി സാർ. ഓക്കെ, ഞാൻ ഇറങ്ങി. എന്റെ ദൈവം തമ്പുരാനെ, ഓരോരോ തലപ്രാന്തികളെ. അയ്യോ, സഹിക്കാൻ പറ്റണില്ലേ? ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒന്നാമത് എസ് ഐ സാറ് വിളിച്ച് തലപ്രാന്ത് എടുത്തിരിക്കുകയാണ് ഞാൻ. നിനക്ക് എന്നെ സഹിക്കാൻ പറ്റുന്നത് നീ എന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്ത് കളഞ്ഞു. അയ്യടാ, നിങ്ങളിപ്പോ അങ്ങനെ സൂഹിക്കേണ്ട. എന്റെ ഈ കയ്യില് മോതിരം കുടുങ്ങിട്ട് എത്ര ദിവസം എനിക്ക് വേദന എടുക്കണെന്ന്. കുടുങ്ങിയ ആ മോതിരം കുടുങ്ങിയ എടി, നിനക്ക് അങ്ങനെ തന്നെ വേണോടി. ആദ്യ രാത്രി ഞാൻ ഒരു മോതിരം കൊണ്ടുവന്നപ്പോ അവള് പറയാ, ചേട്ടൻ കൊണ്ടുവന്ന മോതിരം കൊള്ളത്തില്ല, അതിനേക്കാൾ നല്ല മോതിരമാണ് ഈ മോതിരം. ഈ മോതിരത്തിന് പിന്നെ ഒരു കഥയുണ്ട്. കഥ ചോദിച്ചപ്പോ പിന്നെ പണയാം. നിനക്ക് അത് തന്നെ വേണോടി, നിനക്കത് വേണം. നിങ്ങളോട് ഞാൻ ഈ മോതിരത്തിന്റെ കേസ് അന്വേഷിക്കാനല്ല പറഞ്ഞത്. ഇത് ഊരാൻ വല്ല വഴിയുണ്ട് പറ. ഇവിടെ സത്യം പറഞ്ഞാൽ ശിക്കാരി ചമ്പന്റെ കൂട്ടും ഓരോ ദിവസം ഓരോരോ ആപത്തുമായിട്ട് എനിക്ക് ഡ്യൂട്ടിക്കും പോണത്. എനിക്ക് വേദന എടുക്കണെന്ന്. ഞാനൊന്നും ചെയ്തില്ലല്ലോ. അയ്യോ, പോലീസിന്റെ ഡ്രസ്സോട് വീട്ടിൽ കയറി മോട്ടിക്കാണ് മാറി. സാറായിരുന്ന വേലി തന്നെ വിളവ് തിന്നുന്ന. ഞാൻ തിന്നും, ചിലപ്പോ തിന്നാതിരിക്കും. നീ ആളാ എന്നെ അറിഞ്ഞൂടി? ഞാൻ അയൽവാസി, വളഞ്ഞ വഴി വേലായുധൻ. നീ വളഞ്ഞ വഴി വേലായുധനല്ല, വലിഞ്ഞു കയറി വന്ന വേലായുധൻ. ഓഹോ, സാറേ, സാറൊന്നും ഒരു പോലീസുകാരല്ലേ? ഇങ്ങനെ ഇട്ട് മേഡത്തിന് ഇങ്ങനെ ഉപദ്രവിക്കാമോ? നീ കണ്ടടാ എന്റെ ഭാര്യ ഉപദ്രവിക്കുന്നത്. നീ കണ്ടടാ? കേട്ടില്ലേ? അത് ഉപദ്രവിച്ചൊന്നുമല്ല. അവിടെ കയ്യിൽ ഒരു മോതിരം കുടുങ്ങി, അത് ഊരാൻ പെട്ട പാട്. അത്രേ ഉള്ളൂ. അങ്ങോട്ട് പറയില്ലേ, ഞാൻ ഒരു കൈ നോക്കട്ടെ. പറയില്ല, നീ വലിഞ്ഞു കയറി അങ്ങനെ ഊരണ്ട. എന്തെങ്കിലും ഐഡിയ ഉണ്ടേ പറ. ഐഡിയ? സാറേ, ഒരു കാര്യം ചെയ്താൽ മതി, സോപ്പിട്ടാ മതി. ഇവിടെ ഞാനാ? എടാ, അവിടെ ചെലവിലല്ല ഞാൻ കഴിയുന്നത്, ഞാൻ ചെലവിന് കൊടുത്താണ് അവള് കഴിയുന്നത്. അറിയാൻ മനസ്സിലായോ? പൊന്ന് സാർ, അതല്ല, കുളിക്കുന്ന സോപ്പില്ലേ, അത് പതപ്പിച്ചിട്ട് വിരലിട്ടാ മതി. അയ്യോ, അതൊക്കെ ഞാൻ ചെയ്തു നോക്കി, ഊരാൻ പറ്റണില്ല. എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ, ഹോസ്പിറ്റലിൽ വേണ്ട, എനിക്ക് പേടിയാണ്. അയ്യോ, ഹോസ്പിറ്റലിൽ പോയാൽ കുഴപ്പമില്ല. അവരാണെങ്കിൽ ഈ കൈയെടുത്ത് മൃദുലമായ പഞ്ഞിയുടെ പുറത്ത് വെക്കും. എന്നിട്ട് ഒരു കത്രിക ഒരു കത്തിയായിട്ട് കൊണ്ടുവരും. നേരെ കത്തിയെടുത്ത് ഈ വിരൽ അങ്ങ് കട്ട് ചെയ്യും. മോതിരം ഊരിങ്ങെടുക്കും. എന്റെ മുത്തിന് വല്ല പറ്റിയോണ്ടല്ലേ? മുട്ടിന് വല്ല പറ്റിയാലേ ഹോസ്പിറ്റലിൽ ചികിത്സിക്കും. എന്റെ മുട്ടിലല്ലടാ, എന്റെ മുത്ത് എന്റെ ഭാര്യക്ക് വല്ല സംഭവിച്ചോണ്ടായിരുന്നു. നീ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ട് പറയേ. വേറെ ഐഡിയന് ഒരു ഐഡിയ ഉള്ളൂ. നമുക്ക് ഫയർഫോഴ്സിനെ വിളിച്ചു പറയാം. ഫയർഫോഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ ബ്രില്യന്റ് ആയിട്ട് മോതിരം ഇളക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടോ? ആണോ? അവര് വന്നു കഴിഞ്ഞാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഊരിയെടുക്കും. അനിയ, ഇലയ്ക്കും മുള്ളിനും കേട് വന്നോട്ടെ, പക്ഷെ എന്റെ ഭാര്യക്ക് കേടൊന്നും വരരുത്. ഫയർഫോഴ്സിനെ വിളിക്കാം. കരയല്ലേ മുത്ത, ഞാൻ വിളിക്കാം. ഫയർഫോഴ്സിന്റെ നമ്പർ എത്ര? 108 വിളിച്ച് ചോദിക്കും. അവരെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇതിന്റെ കിട്ടിയാലേ. അതെ, ഞാനൊന്ന് സോപ്പിട്ട് നോക്കട്ടെ. നിന്നെ കുളിപ്പിച്ച് കിടത്തട്ടെ? എനിക്ക് കുളിക്കണ ഇഷ്ടമില്ല. അയ്യോ, പിടിച്ചു കഴിഞ്ഞാൽ വേദനിക്കൂല, അതുകൊണ്ട് പിടിക്കണ്ടെന്ന് വെള്ളി പിടിച്ച് വലിക്കണ്ട. ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഒരാൾ വരുന്നുണ്ട്, മോതിരം വരാൻ വേണ്ടി വരുന്നുണ്ട്. അയ്യോ, താണ്ടേ എസ് ഐ സാറ് വിളിക്കുന്നത്. ഇങ്ങാർക്ക് എന്തിന്റെ ഭ്രാന്താണ് ഇത്? എസ് ഐ സാറ് വിളിക്കുന്നത്, ഇവിടെ മോതിരം കുടുങ്ങി തലഭ്രാന്ത് എടുക്കുന്നത്. സാർ,
എടാ താൻ എവിടെ പോയി കിടക്കാണ്? ഞാൻ റെയിൽവേ ട്രാക്കിൽ എത്തി സാർ. അയ്യോ ഞാനിപ്പോ ചാവുവേ, എന്നെ കൊല്ലും. സാർ എന്താണ് ഒരു പെൺകുട്ടിയുടെ കരച്ചിലേക്കുന്നത്? സാറേ ഈ റെയിൽവേ ട്രാക്ക് അല്ലേ, അപ്പൊ അവിടെ ഒരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു പെൺകുച്ച് വന്നിരുന്നു. ഒരുത്തൻ കയറി പിടിച്ചു സാർ. നല്ല കാര്യമല്ലേ, പിടിച്ച് രക്ഷിക്കാൻ പറ. അവൻ അങ്ങനെ പിടിച്ചു തൂക്കണ്ട, ഞാൻ രക്ഷിച്ചോളാം സാർ. വേണാട് എക്സ്പ്രസ് ഇപ്പൊ വരും. മറ്റേ പിടികിട്ടാപ്പോൾ അയൽക്കാർ രക്ഷപ്പെടുന്നതിന് മുമ്പ് നീ അവരെ പിടിച്ചിറക്കണം. വേണാടത്തെ നോക്ക്. സാറേ വേണാട് വരുന്നു സാർ, വേണാട് വരുന്നു സാർ. വേണാട് വേണാട് ഇതെന്തോന്ന്? ആണാട് അതോ സാർ, വേണാടെത്തിയാ? സാറേ വേണാട് വന്നോണ്ടിരിക്കാണ് സാർ. എടാ വേണാടിൽ അവൻ കേറുന്നതിന് അവരെ പൊക്കണം. സാറ് വേണാട് എക്സ്പ്രസ് വന്നു സാർ. यात्रियों का श्रद्धा के लिए गाड़ी नंबर 3 4 5 6 6 6. ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ലടാ. അല്ല അയ്യോ 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 ഹലോ ഹലോ ഡ്രം സെറ്റ് ആണോ അതോ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്? അല്ല സാറേ ഈ ട്രെയിനകത്ത് ശിവമണി ഒരു തമിഴ്നാട്ടിൽ ഒരു പരിപാടി കൊണ്ട് പോകുന്നുണ്ട് സാർ. ഞാൻ പുള്ളിക്കാരൻ ട്രെയിനിൽ നിന്ന് വായിക്കുകയാണെങ്കിലോ എടാ നീ ട്രെയിനിന്റെ പുറത്താണോ അതോ ട്രെയിനിന്റെ അകത്താണ്? സാറേ ഞാൻ ട്രെയിനകത്തൂടെ കയറി അപ്പുറത്ത് ഇറങ്ങി സാർ. കുറ്റിക്കാട്ടിലെത്തിയാ? എത്തി സാർ. ഒന്നും നോക്കണ്ട, അവനെ പിടിച്ച് 5 മിനിറ്റിനുള്ളിൽ സ്റ്റേഷനിൽ എത്തിക്കണം. മനസ്സിലായല്ലോ? എത്തിക്കാം സാർ, എത്തിക്കാം. അയ്യോ ചേട്ടാ ഒന്ന് ഫയർഫോഴ്സിനെ വിളിക്കേട്ടാ. കഴിഞ്ഞില്ലേ ഇത്? ആംബുലൻസ് സൗണ്ട് ഉണ്ടാക്കടാ. അയ്യോ ആംബുലൻസിന്റെ സൗണ്ട് ഞാൻ ഉണ്ടാക്കിയല്ല, അത് ഒറിജിനൽ ഫയർഫോഴ്സ് വന്നതാണ്. ആണ്ടേ ഞാൻ ഒരു ഊഹം വെച്ച് പിടിച്ചാതാ വരുന്നവര്. ഹലോ, ഐ ആം ഫയർഫോഴ്സ് ഓഫീസർ വിമൽ കുമാർ. താങ്കൾ? ഞാൻ സാധാ പോലീസ് ഓഫീസർ. അതെ. ആരാണ് ഊരാക്കുടുക്കൽപ്പെട്ടിരിക്കുന്നത്? എന്റെ ഭാര്യയാണ്. ഭാര്യയാണ്? അതെ. ഭാര്യയുടെ എന്താണ് ഞാൻ ഊരാനുള്ളത്? ഭാര്യയുടെ വേറെ ഒന്നും ഊരണ്ട, അവിടെ കൈ ഒരു മോതിരം കുടുങ്ങി അത് ഊരിയാ മതി. അത്രേ ഉള്ളൂ. ഇതൊക്കെ നിസ്സാരമല്ലേ? യഥാർത്ഥത്തിൽ ഈ മോതിരം ഊരുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഏകദേശം 235 മോതിരങ്ങൾ ഞാൻ ഊരിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ എനിക്കൊരു വിളിപ്പേര് വരെ ഉണ്ട്. ഈത്തപ്പരി വല്ലതാണോ? അയ്യോ അതല്ല, റിംഗ് മാസ്റ്റർ വിമൽ കുമാർ. അപ്പൊ ഇതാണ് താങ്കളുടെ ഭാര്യ. മേഡം തിരിഞ്ഞു കിടക്കൂ. അപ്പൊ മോതിരം ഊരാൻ വന്നല്ലേ? മോതിരം ഊരാൻ തന്നെ വന്നത്. തിരിഞ്ഞു കിടന്നാലേ കൈ കിട്ടൂ. കൈ കിട്ടിയാലേ മോതിരം ഊരെടുക്കാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ. മേഡത്തിന്റെ പേരെന്താണ്? അളകനന്ദ. അളകനന്ദ. ഈ പേര് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. അളകനന്ദേ, ഒന്ന് ഇളകനന്ദേ, നമുക്ക് മോതിരം മാറണ്ടേ? അതെ, നിങ്ങളെ മോതിരം ഇടാൻ വന്ന ചെറുക്കനും ഇത് മോതിരം ഇടാൻ നിൽക്കുന്ന പെണ്ണുമല്ല, ഇത് സാറിന്റെ ഭാര്യയാണത്. എനിക്കറിയാം സാറിന്റെ ഭാര്യയാണെന്ന്. ഞാൻ പറഞ്ഞത് മോതിരം വിരളിൽ നിന്ന് ഊരണ്ടേന്നാണ്. മനസ്സിലായോ? എന്തായാലും മോതിരം ഒരു ആള് വന്നല്ലേ, മനസമാധാനമായി. എനിക്ക് ഡ്യൂട്ടിക്ക് പോകല്ലേ? ഡ്യൂട്ടിക്ക് ധൈര്യമായിട്ട് വയ്ക്കോ? പോലെ പോലെ. പിന്നെ നീ വന്നേ, അഥവാ ഞാൻ ഡ്യൂട്ടിക്ക് പോയാലുവേ നിന്റെ ഒരു കണ്ണ് അവിടെ വേണം. എന്റെ 2 കണ്ണും അവിടെ കാണും. 2 കണ്ണ് ഊരി വെച്ചാൽ നീ വീട്ടിൽ തപ്പി തടഞ്ഞു പോകും. എന്നാ ഒരു കണ്ണെടുത്ത് വിടാം. ഒരു കണ്ണ് മതി. ഞാൻ റെഡി ആവട്ടെ. കൈ തരുമോ? ഈ മോതിരം ഞാൻ ഇട്ട മോതിരല്ലേ? അപ്പൊ ഇത് അഴകേ അഴകേ നനു നനവീഴും മഴയേ. അളകനന്ദ. വിമലേട്ടൻ. വിമലേട്ടൻ എന്താ ഇവിടെ? ഇത് ഞാനിട്ട മോതിരല്ലേ വർഷങ്ങൾക്ക് മുമ്പ്? സാറേ കൺഗ്രാചുലേഷൻ. മോതിരം പെട്ടെന്ന് ഊരിയാ? മോതിരം ഊരിയല്ല, ഈ വന്നിരിക്കുന്ന ആരെന്നറിയാമോ? സാറിന്റെ ഭാര്യയുടെ പഴയ കാമുകനാ. വെരി ഗുഡ് വെരി ഗുഡ്. പുള്ളി ഊരാൻ നിൽക്കുന്ന മോതിരം ഏതാണെന്നറിയാമോ? ഏതാണ്? പുള്ളി തന്നെ ഇട്ട മോതിരമാണ്. അതാണ് ടൈറ്റ് ആയി കിടക്കുന്നത്. വെരി ഗുഡ്, ബ്രില്യൻ ബ്രില്യൻ. അയ്യോ വേണ്ട, സാർ ആത്മസമീപനം പാലിക്കണം. അവന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാലോ. ഏട്ടാ ഇത് ചേട്ടനെ എവിടെ വെച്ച് ഇട്ടേന്ന് ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റൂ, പണിമൂല ക്ഷേത്രത്തിൽ വെച്ച്. സാറേ സാറിന് പണിയായി. ഇനി ഒരു മൂലയിൽ ഇരിക്കാം. അയ്യോ മൂല ഇരുത്തി കളഞ്ഞോടാ കള്ള കാമുക. എന്നാലും ഞാൻ ഏട്ടൻ ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കണ്ടടാ അവിടെ കള്ള കാമുക കൈ പിടിച്ചപ്പോ നമുക്ക് വേദനയില്ല, കരച്ചിലില്ല, പൊട്ടിക്കരച്ചിലുമില്ല. അയ്യോ എന്റെ വിമലേ. എന്റെ വിമലേന്ന്. വിമലേന്നോ? അയ്യോ എന്റെ വിരലേന്ന്.
കറക്റ്റ് തെറ്റിക്കാത്ത കാര്യമാണ്. ഒന്നും പേടിക്കാതെ ഞങ്ങളെ കുറച്ച് സമയം സെന്റിമെന്റൽ ആയി പോയി, അതാണ്. ഇങ്ങനെയാണെങ്കിൽ സാറിന് മെന്റലാവും. നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പെട്ടെന്ന് ഊരാ നോക്ക്. പെട്ടെന്ന് ഒരു KSCB ഫ്യൂസ് ഒന്നുമല്ല, ഒരു പെൺകുട്ടിയുടെ വിരലിൽ കുടുങ്ങി കിടക്കുന്ന മോതിരമാണ്. അതിനല്പം ക്ഷമ വേണം, സമാധാനം വേണം, സാവകാശം വേണം, അല്പം ധ്യാനം വേണം. കണ്ട അവൻ മനഃപൂർവ്വം ലാഗടിപ്പിക്കോ. അത്ര നേരം ഇവിടെ കൈ പിടിച്ചോണ്ടിരിക്കാല്ലോ. കുറച്ച് അടുത്തേക്ക് ഇരിക്കും. അസ്ത്രം അടിപ്പിക്കട്ട. അസ്ത്രോ? അത്ര അടിപ്പിക്കട്ടെന്ന്. അടുപ്പിക്കാതെ ഊരണം എങ്ങനെയാണ്? അപ്പൊ കയ്യെ കൊണ്ട് ഞെട്ടി കുറേ. ഓഹോ, രാഗേണ്ടി വരും. സാറിന്റെ ഭാര്യ കളഞ്ഞിട്ട് പോകുമ്പോ സാറ് മുടിഞ്ഞു പോവും. എന്താണെന്നേ പറയണേ? സാറിന്റെ പ്രാവാൻ പറഞ്ഞു. രാവനല്ല, ഈ അരം വെച്ച് രാഗണമെന്നാണ് പറഞ്ഞത്. വേണ്ട, രാവണ്ട. ചില സമയങ്ങളിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആരും പോകാത്ത വഴിയിലൂടെ സഞ്ചരിച്ചിരിക്കും. അതെ, ഞാനിത് പല്ല് കൊണ്ട് കടിച്ച് ഊരിയെടുത്തു തരാം കേട്ടാ. കണ്ട എന്റെ കണ്ണ് തെറ്റിയപ്പോഴത്തേക്ക് എടേ ഈ ഫയർഫോഴ്സിന് വേറെ ടൂൾസ് ഒന്നും ഇല്ലടേ. ചില സമയത്ത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പല്ലെന്നൊക്കെ ഉപയോഗിച്ച് തന്നെ രക്ഷപ്പെടുത്താനൊക്കെ ഇരിക്കും. ചിലപ്പോ അങ്ങനെ ചെയ്താൽ നിന്റെ പല്ലടിച്ചാൻ പൊഴിക്കും. എന്തോന്ന് പകുതി വരെ ഊരി ഒന്നാണ്. ചേട്ടാ ഇതൊന്ന് ഊരി എടുക്കട്ടെ ചേട്ടാ, ഒന്ന് സമാധാനപ്പെട്. കണ്ട ഇപ്പൊ അവൾ അവന്റെ സൈഡ്, പിന്നെ അവർ കൂരട്ടെ. അപ്പൊ നീ അവന്റെ സൈഡാ, അപ്പൊ ഞാൻ ഒറ്റ. ഇതിപ്പോ ഒന്നേ തുടങ്ങണം. അല്പ സമാധാനം സാറേ, സമാധാനം. നീ ഇവിടെ വന്ന് കയറിയപ്പം പോയതാണ് എന്റെ മനസ്സമാധാനം. ഇല്ലാത്ത ചോദിച്ചാ സ്കൂട്ടർ അറിയാൻ കേട്ടു. ഞാൻ ഊരിത്തരാം. മുഖം കണ്ടോ, അവിടെ സന്തോഷം കണ്ടോ. പ്രിയമുള്ള ഡിപ്പാർട്ട്മെന്റ് ജീവിതത്തിലെ 236ാമത്തെ മോതിരം ഞാനിതാ ഊരിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ 236 കുടുംബം തൊലച്ചി. എടാ ഈ നശിച്ച മോതിരമാണ് എന്റെ മനസമാധാനം അത്രയും കെടുത്തിയത്. ഇനി ഈ മോതിരം ഇവിടെ വേണ്ട. വലിച്ചെറി എറിഞ്ഞ് ഞാൻ ആന്ധ്രയെ കളയും. അല്ല വേണ്ട, കഴിഞ്ഞിട്ട് പോണ വഴിക്ക് നീ തന്നെ കൊണ്ടുകളാ. മനസ്സിലായോ? മുള്ളിലെ മുള്ളുകൊണ്ടാ ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ മോതിരം വിട്ട കഥ ഇവിടെ വെച്ച് മറന്നേക്കണം. നീയും സാറേ, ഇതൊന്നും ഒരിക്കലും മനഃപൂർവ്വം ചെയ്തതല്ല. അന്നത്തെ അറിവില്ലാത്ത പ്രായത്തിൽ പക്വതക്കുറവ് കാരണം അറിയാതെ പറ്റിപ്പോയതാണ്. അയ്യോ, പക്വതയില്ല സമയത്ത് പറ്റിയാണ്. ഞാൻ ഇമോഷണലുമായി. അത് കുഴപ്പമില്ല. എന്നാലും ആ സമയത്ത് എങ്ങനെ പറ്റിയടേ? അതായത് അന്ന് നമ്മളെ ഇവരുടെ ഈ വിരലിലാണ് മോതിരം ഉദ്ദേശിച്ചത്. പക്ഷെ അത് വിരൽ മാറിപ്പോയി. മോതിരാണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയി. ഇപ്പൊ പ്രയാസപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഏത് നിമിഷം വേണമെങ്കിലും ഈ മോതിരം ഇങ്ങനെ ഊരാൻ പറ്റണില്ല. കയ്യില് വന്ന വയ്യാവലെ വീണ്ടും കൊണ്ട് കൈ കൊടുത്തല്ലേ അനുഭവീരി. ഫോൺ വരുന്നടാ. അയ്യോ എസ് ഐ വിളിക്കുന്നു, ഡ്യൂട്ടിക്ക് വിളിക്കുന്നു. ഞാൻ എന്താ ഇവിടെ? സാറ് ധൈര്യമാണ് ഡ്യൂട്ടിക്ക് വെക്കോ. ഈ കേസ് വീണ്ടും ഞാൻ ഏറ്റു. അയ്യാ, പ്രിയ സുഹൃത്തുക്കളെ, തുടങ്ങിയപ്പോൾ നമ്മളൊരു ഇലക്ഷൻ റിസൾട്ടിന്റെ കാര്യത്തിനായി നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ മുന്നേറുന്ന ഈ ഒരു എപ്പിസോഡിൽ ഇലക്ഷൻ റിസൾട്ട് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അതൊരു അവാർഡ് സെറമണിയിലൂടെയാണ് നമ്മൾ ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് ഇത്തവണ അവാർഡ് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. മികച്ച ചളിയിൽ തുടങ്ങാം അല്ലേ? ആരാണ് നമ്മുടെ പ്രേക്ഷകർ ഒന്ന് നോക്കട്ടെ. മരിച്ചിട്ടില്ല, കുട്ടികൾ മരിച്ചിട്ടില്ല. എടുത്ത് നെഞ്ചിൽ വൈ. ഒരേയൊരു ശ്രീവിദ്യ ഇല്ല, കൊടുക്കില്ല, വിട്ടുകൊടുക്കില്ല. അവർക്കൊന്നും ഒരു താല്പര്യം ഇല്ലല്ലോ. നിന്നെ തന്നെ ഒരു ജയ് വിളിക്കാം. അയ്യോ ഇല്ല, മരിച്ചിട്ടില്ല. വേണ്ട, എനിക്ക് പേടിയുണ്ട്. അന്നത് വേണ്ട. ഇതിന്റെ കാര്യത്തില് നേതാവേ, ചെളിയും മുന്നോട്ട്. ശരി, അതാ ഇനി മികച്ച കൗണ്ടർ. ഇത്തവണ
അഖിലിന് നേടുവോ, ഡയനയ്ക്ക് നേടുവോ, അതോ നോബി ചേട്ടനാണോ നേടാൻ പോകുന്നത്? ഒരു മിനിറ്റ്, ഞാൻ എന്താ കടലാസോ? നിനക്ക് ഓൾറെഡി കിട്ടിയില്ലേ കുട്ടാ? എന്താ വെച്ചാൽ കിട്ടിക്കൂടാതെ ഇത്തവണ മികച്ച കൗണ്ടർ ആർക്കാണ്? ശ്രീവിദ്യയ്ക്കാണോ? മികച്ച കൗണ്ടർ എനിക്ക് കിട്ടിയ ഒരു പണിയാണ് ഇത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആൾക്കാണ് ഞാൻ കൊടുക്കാൻ പോണത്. നിങ്ങളൊന്ന് കണ്ടുവരൂ. ചേച്ചി പേടിക്കേണ്ട, 2 ആട് ചേച്ചിക്ക് വീട്ടിലേക്ക് ഞങ്ങൾ തരും. Okay. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ 2 ആടും ഒരു കക്കൂസും ഒരു കിണറും. എനിക്ക് 4 കക്കൂസ് വേണം. 4 കക്കൂസ്. അത് നിങ്ങൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും പിന്നെ അത്ര ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടിലെ. നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ. 4 എണ്ണം വിത്ത് AC. AC ഉള്ള ബാത്റൂമോ? പിന്നെ വേണ്ട കൊടുക്കണ്ട, എന്നെ ചേച്ചി തണുപ്പത്തിരിക്കട്ടെ. 8 കക്കൂസ് ചേച്ചി 8 ഇവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ. എന്താടാ ഫ്രിഡ്ജ് എന്താ ചേച്ചിയോടുള്ള സ്നേഹം തണുപ്പത്തിരുന്ന് ഞാൻ എന്തൊക്കെ ചെയ്യും? ശ്ശേ, ആട്ടുംപാലാണ് ഞാൻ തന്നത്. അത് ആട്ടുംപാല് കഴിച്ചിട്ട്. ചേച്ചി അത് ഏറ്റവും കോമഡി പറഞ്ഞല്ലേ, 5 സ്റ്റാറിന്റെ AC ആണ്, കറണ്ട് ബില്ല് കുറച്ച് വരും. ഇന്നിതാ ജയിച്ചിരിക്കുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥി നോബി മർഗോ. ഒരു മിനിറ്റ് ഒരു പഴയ ഒരു ഓർമ്മ, നോസ്റ്റാൾജിക് ഫീലിംഗ്. നമ്മളുടെ മികച്ച കൗണ്ടറും മികച്ച ചളിയും ഒന്ന് ഒരു ഫാഷൻ ഷോ, ഒരു സൗണ്ട് പ്ലീസ്. അതെ, ഈ സ്വന്തം ഓട്ടൂര് കിട്ടാത്തവർക്ക് റാമ്പാക്കുമല്ലോ. അതെ, ഒന്നും കിട്ടാത്തവർക്ക് എന്തെങ്കിലും നടന്നോ? നിങ്ങൾ നടന്നോ? കിട്ടാൻ ദീപരി പോലും ഇല്ല. സന്തോഷായില്ലേ? തിരിഞ്ഞു നോക്കണം. ഇല്ല, അത് കുഴപ്പമില്ല, അത്രയ്ക്ക് മതി. എല്ലാരും പോയി. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ അടുത്ത ദിവസം നമ്മൾ പൊളി എപ്പിസോഡുമായിട്ട് വരും. അതുവരേക്കും വൈ സോ സീരിയസ് കോമഡി മാസ്റ്റേഴ്സ് ഇനി ഫുൾ ഓൺ ഫൺ.